കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ട്. രേവതി ഇന്ന് കല്യാണം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ സ്വപ്നവും ആഗ്രഹമാണ് വെഡ്ഡിങ് എന്ന് പറയുന്നത്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയുന്നത്? കഴിഞ്ഞ ദിവസം ഗുരുവായൂർ താലികെട്ട് കഴിഞ്ഞു. ഇന്ന് ബാക്കിയുള്ള ചടങ്ങുകളൊക്കെ ആയിരുന്നു. അപ്പം ലൈഫിൽ എന്താ പറയുക, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡേ ആണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇതാണ് വരൻ, നന്ദു എന്നാണ് പേര്. നന്ദു UK യിലാണ്, ലോജിസ്റ്റിക്സ് ആണ് ആളുടെ ഫീൽഡ്. കൊല്ലമാണ് സ്ഥലം. എങ്ങനെയാണ് നിങ്ങളുടെ പ്രണയവിവാഹമായിരുന്നു? പ്രണയം വിവാഹമല്ല, ഞങ്ങൾ അറേഞ്ച് മാരേജ് ആയിരുന്നു. അത് ഞാൻ UK യിലുള്ളപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനെ വീട്ടിൽ വഴി പ്രപ്പോസൽ വഴി വന്നതാണ്. ഞങ്ങൾ സംസാരിച്ച് തുടങ്ങി. പിന്നെ UK യിൽ നിന്ന് വന്ന ടൈമിൽ പെട്ടെന്ന് എൻഗേജ്മെൻ്റ് ആയി. പിന്നെ ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് വന്നു. അത് കാരണം UK യിൽ കാരണം എനിക്ക് പെട്ടെന്ന് വരാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എല്ലാവരുടെയും ഒരു ടൈമിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോഴാണ് ആ ഒരു ടൈം വന്നത്. സോ ഇങ്ങനെ പ്രപ്പോസ് വന്നപ്പോൾ നന്ദുവിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? അങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ക്യാരക്ടർ തന്നെയാണ്. ലൈക്ക് എന്താ പറയുക, ഭയങ്കര എല്ലാവരോടും ഭയങ്കര റെസ്പെക്റ്റ്, എല്ലാവരും ഭയങ്കര ഒരു സിമ്പിൾ ആളാണ്. ഞാനും അത് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. സോ അങ്ങനെ ആളിലെന്താ ഇഷ്ടപ്പെട്ടത്? ശരിക്കും പറഞ്ഞാൽ എൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ക്യാരക്ടറാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് തോന്നുന്നത് കുറച്ചൊരു സൈലൻ്റ് ആളാണ്. ഞാൻ കുറച്ചുകൂടെ മറ്റേ എല്ലാവരോടും സംസാരിക്കുക അങ്ങനെ ഒരാളാണ്. അതുകൊണ്ട് ഡിഫറെൻ്റ് ആണ്, ബട്ട് നല്ലതായിട്ട് സിങ്ക് എന്നെ പോലെ ഒരു സൈലൻ്റ് ആവരുത് എന്നെനിക്കുണ്ടായിരുന്നു. പ്ലാൻ ഒന്നും ആയിട്ടില്ല, ഇനി വേണം പ്ലാൻ ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നാളെ കൊല്ലത്ത് റിസപ്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ബാക്കി പ്ലാൻ ചെയ്യും. എല്ലാവരും അവിടെ വരും. നിങ്ങളെല്ലാവരും വന്നതിൽ ഒരുപാട് കാരണം കൊല്ലം കാഞ്ഞിരപ്പള്ളി നല്ല ഡിസ്റ്റൻസ് ഉണ്ടായതുകൊണ്ട് കൂടുതൽ ആൾക്കാർ റിസപ്ഷൻ ആയിരിക്കും. ഞാൻ സിനിമ വിട്ടിട്ടില്ല ആക്ച്വലി. ഇടയ്ക്കൊരു ഗ്യാപ്പ് എടുത്തതാണ്. 2-3 ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ അത് പ്ലാനിങ്ങിലാണ്. അപ്പം ഇനി ഒരു തിരിച്ചുവരവാണല്ലോ, അങ്ങനെ ആകുമ്പോൾ ഒരു നല്ല ക്യാരക്ടറോട് വരണം എന്നാണ് ആഗ്രഹം. സോ അതുകൊണ്ട് അതിന് വെയിറ്റിംഗ് ആണ്. അഭിനയിക്കുന്നതിനോട് ഇഷ്ടമാണോ? പ്രോബ്ലം ഒന്നുമില്ല, നല്ല ക്യാരക്ടർ. ഞാൻ ആക്ച്വലി ആദ്യം അതാ ചോദിച്ചത് കേട്ടോ. ഇങ്ങനെ നന്ദിന് പ്രൊഫസർ വന്നു. കാരണം എനിക്ക് കുറച്ചുകൂടെ ഇവന് നന്ദു നന്നായിട്ട് പാട്ട് പാടും. കലാപരമായിട്ട് ഒരു ഇതുള്ള കൂട്ടത്തിലാണ്. നല്ല കലാപരമായിട്ടുള്ള എല്ലാ ഇതിനോട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അതാണ് ഫസ്റ്റ് ഞാൻ നോക്കിയത്. സോ എനിക്കിനി മൂവീസ് വന്നാൽ തന്നെ എനിക്ക് ഒരിക്കലും നോ പറയില്ല, ചെയ്യാൻ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ. അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും കിട്ടുന്നൊരു ഇതല്ല, കാരണം ആക്ടിങ് എന്ന് പറയാം, അത് എല്ലാവരെ കൊണ്ടും അതിൽ സക്സസ് ആവാനും പറ്റില്ല. സോ നല്ല ക്യാരക്ടേഴ്സ് വരുവാണെങ്കിൽ ചെയ്യട്ടെ. തിരിച്ച് ഞാൻ ആക്ച്വലി UK യിൽ നിന്ന് തിരിച്ചിട്ട് UAE യിൽ വരാനുള്ളൊരു പ്ലാനാണ്. സെറ്റിൽ ആവാൻ നമ്മളെന്തായാലും ഇവിടെയും UAE അവിടെ ഇങ്ങനെയായിട്ട് ദുബായിലെല്ലാം ഇങ്ങനെ പ്ലാനിങ് ആണ്. ശ്രീനേങ്ങൾ വന്നിരുന്നു. അപ്പോൾ വരാമെന്ന് പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ എല്ലാവിധ ആശംസകളും ഞങ്ങൾ ഇടയ്ക്ക് പോയി കാണാറുണ്ട്. അമൽ വന്നിരുന്നു. കഥ പറയുമ്പോൾ എൻ്റെ അനിയനായിട്ട് അഭിനയിച്ച അമൽ വന്നിരുന്നു. ഷഫ്നേജിക്ക് ഇതേപോലെ എന്തോ ഒരു അസൗകര്യം ഉണ്ട്, വരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. നാളെ ചിലപ്പോൾ കൊല്ലത്ത് റിസപ്ഷന് വരുമായിരിക്കും. അപ്പോൾ ശ്രീനേങ്ങൾ എല്ലാവിധ ആശംസകളും നൽകിയിട്ടുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളാൽ വരാൻ പറ്റിയിട്ടില്ല. നേരിട്ട് പോയി കാണുന്നുണ്ട്. കല്യാണം കഴിഞ്ഞിട്ട് ഇനിയിപ്പം റിസപ്ഷനിലാന്ന് കഴിഞ്ഞിട്ട് തിരക്ക് കഴിഞ്ഞിട്ട് പോയി കാണണം എന്തായാലും. പാടുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് ഏതെങ്കിലും ഒരു പാട്ട് പാടിക്കും. ചേർത്ത് പിടിച്ചു ഒരു മെലഡിയോ ഒരു പ്രണയങ്ങളോ എന്തെങ്കിലും. ഈരൻമുടി കൊതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് അത്തിമരച്ചോട്ടിൽ വന്നാൽ താരകരാവ് രാവിലെ നിന്റെ പൂമോദം കണ്ട് പുളകം കൊണ്ടു നല്ലീളം കാറ്റ് കണ്ണാടി പുഴയിലെ പൂന്തിരകൾ രാവല്ലോ തീരത്തെ ഓളങ്ങൾ തീരാത്ത ദാഹത്തിൻ താളങ്ങൾ പാരിതിൽ നാം പോടാ വിണ്ണതി പോഴുകിടാ. അതെ, എൻ്റെ വലിയ സത്യം പറഞ്ഞാൽ എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു ഒരു പാട്ടുകാരനെ കല്യാണം കഴിക്കണം എന്നുള്ളത്. സോ എനിക്കത് ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവരോടും ഞങ്ങളുടെയും പ്രേയേഴ്സിൽ ഉൾപ്പെടുത്തുക. അപ്പം നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. കാണാം നമുക്ക്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.